ഇന്ത്യയുടെ വാതിലിൽ വീണ്ടും ഒരു വമ്പൻ വ്യാപാര കരാർ മുട്ടുന്നു. യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ടുള്ള കരാറുകൾക്ക് പിന്നാലെ ഇതാ ഇസ്രയേലും എത്തുന്നു. കേവലം വാക്കുകൾക്കപ്പുറം ഈ വർഷം തന്നെ ഇന്ത്യയും ഇസ്രയേലും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ, അതായത് FTA ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് യാഥാർത്ഥ്യമാകുമെന്ന് ഉറപ്പിച്ചു പറയുകയാണ് ഇസ്രയേൽ അംബാസിഡർ. ഇന്ത്യയിലെ ഇസ്രയേൽ അംബാസിഡർ റൂവൻ അസർ വയോണിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് ഈ നിർണായക വിവരം പങ്കുവച്ചത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാറിനായിട്ടുള്ള പ്രാഥമിക നടപടികൾ ഇതിനകം ഒപ്പുവെച്ചതായും അദ്ദേഹം സ്ഥിരീകരിച്ചു. കാര്യങ്ങൾ അതിവേഗമാണ് നീങ്ങുന്നത്. ചർച്ചകൾക്ക് വേഗം കൂട്ടാൻ ഫെബ്രുവരിയിൽ തന്നെ ഇസ്രയേലിൽ നിന്നുള്ള ഒരു ഉന്നത പ്രതിനിധി സംഘം ഇന്ത്യയിലെത്തും. തുടക്കത്തിൽ ചെറിയ തടസ്സങ്ങൾ അല്ലെങ്കിൽ ലോ ഹാങ്ങിങ് ഫ്രൂട്ട്സ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ലളിതമായിട്ടുള്ള വിഷയങ്ങൾ ഈ കൂടിക്കാഴ്ചയിൽ പരിഹരിക്കും. അതിനുശേഷം കൂടുതൽ സങ്കീർണമായിട്ടുള്ള വിഷയങ്ങളിൽ ചർച്ച നടത്തി ഈ വർഷം അവസാനത്തോടെ കരാർ ഒപ്പുവെക്കാൻ കഴിയുമെന്ന തികഞ്ഞ ശുഭാപ്തി വിശ്വാസമാണ് ഇസ്രയേൽ പങ്കുവയ്ക്കുന്നത്. ഈ കരാറിന് പിന്നിൽ കൃത്യമായിട്ടുള്ള ഒരു സാമ്പത്തിക അജണ്ടയുമുണ്ട്. ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി അഥവാ IMEC തന്നെയാണ് ഇതിന്റെ അച്ചുതണ്ട്. വ്യാപാര ചെലവ് കുറയ്ക്കുക, ചരക്ക് നീക്കം സുഗമമാക്കുക എന്നിവയാണ് ലക്ഷ്യം. ഇതിനായി ഇസ്രയേലിൽ വൻതോതിലുള്ള ലോജിസ്റ്റിക് അടിസ്ഥാന സൗകര്യങ്ങൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അംബാസഡർ റൂവൻ അസർ വ്യക്തമാക്കി. കൂടാതെ ഇസ്രയേലിലെ ഇന്ത്യൻ തൊഴിലാളികളുടെ എണ്ണം ഇതിനകം തന്നെ ഇരട്ടിയാക്കിയിട്ടുണ്ട്. ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിലെ ഇന്ത്യൻ കമ്പനികൾക്ക് ഇസ്രയേലിൽ വലിയ അവസരങ്ങളാണ് തുറന്നു കൊടുക്കുന്നത്. എന്നാൽ ഈ ബന്ധത്തിന് മറ്റൊരു മാനം കൂടിയുണ്ട്, അത് സുരക്ഷയാണ്. ഒക്ടോബർ 7 ഹമാസ് ആക്രമണത്തിന് ശേഷം പാകിസ്ഥാൻ, ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങളിൽ ഹമാസ് പ്രതിനിധികൾ സന്ദർശനം നടത്തിയതായിട്ടുള്ള റിപ്പോർട്ടുകൾ ഇസ്രയേൽ അത്യന്തം ഗൗരവത്തോടെയാണ് കാണുന്നത്. ദക്ഷിണേഷ്യയിൽ തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് ലഭിക്കുന്ന സ്വീകാര്യത ഇന്ത്യക്കും ഇസ്രയേലിനും ഒരുപോലെ ഭീഷണിയാണെന്ന് അംബാസിഡർ റൂവൻ അസർ മുന്നറിയിപ്പ് നൽകുന്നു. അന്താരാഷ്ട്ര ഹോളോകാസ്റ്റ് ദിനത്തോടെ അനുബന്ധിച്ച് സംസാരിക്കവേ ഭീകരവാദത്തിനെതിരെ ഇന്ത്യയുമായി ചേർന്ന് പ്രവർത്തിക്കേണ്ടതിന്റെ ആവശ്യകതയും അദ്ദേഹം പ്രത്യേകം എടുത്തു പറഞ്ഞു. ചുരുക്കത്തിൽ വ്യാപാരത്തിനൊപ്പം സുരക്ഷാ സഹകരണവും മുറുകുകയാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ. ദ്വിരാഷ്ട്ര നിക്ഷേപ കരാറുകൾ മുതൽ സുരക്ഷാ ഉടമ്പടികൾ വരെ ഈ വർഷം അജണ്ടയിലുണ്ട്. ബന്ധം കൂടുതൽ ദൃഢമാക്കാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഇസ്രയേലിലേക്ക് ഔദ്യോഗികമായി ക്ഷണിച്ചിട്ടുണ്ടെന്നും ആ സന്ദർശനം ഉടൻ ഉണ്ടാകുമെന്നും ഇസ്രയേൽ പ്രതീക്ഷിക്കുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.